നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശമുയർത്താൻ ആഹ്വാനവുമായി LDF UDF കൺവെൻഷനുകൾ. LDF കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും UDF കൺവെൻഷൻ DCC പ്രസിഡന്റ് A തങ്കപ്പനും ഉദ്ഘാടനം ചെയ്തു. 4-ാം വാർഡായ കൂരാത്ത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന്. കളിച്ചുകൊണ്ടിരിക്കെ മതിലിടിഞ്ഞു വീണ 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തൃശൂർ വെങ്കിടങ്കിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. തൃശൂർ എരുമപ്പെട്ടിയിൽ കിണറ്റിൽ വീണ 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിറമനേങ്ങാട് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയയെ. എരുമപ്പെട്ടി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. അരിതൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമാനുമതി. മേൽപ്പാലം നിർമ്മിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന് 32.91 കോടി രൂപ വകയിരുത്തി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതോടെ പാലം നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് ഗതാഗത നയം വിലക്കയറ്റത്തിനും തൊഴിൽ നഷ്ടത്തിനും ഇടയാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കേന്ദ്ര സർക്കാർ നയങ്ങളും നിയമനിർമ്മാണവും കുത്തകകൾക്ക് വേണ്ടിയാണെന്നും പ്രതിഷേധ സമരത്തിലൂടെ മാത്രമേ ജീവിതമാർഗം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും EN സുരേഷ് ബാബു വ്യക്തമാക്കി. പാലക്കാട് ഹെവി വെഹിക്കിൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്രകാശിക്കാത്ത തെരുവിളക്കുകൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം. മുഴുവൻ തെരുവിളക്കുകളും പ്രകാശയോഗ്യമായില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 30-നാണ് തെരഞ്ഞെടുപ്പ്. വികസന പ്രവർത്തനങ്ങളും കർഷകത്തൊഴിലാളി പെൻഷനും ഒക്കെ കൊടുക്കാൻ സാധിക്കൂ. അപ്പൊ അവര് നമ്മുടെ പിരിക്കുന്ന നികുതിയുടെ വിഹിതം നമുക്ക് തരുന്നില്ല. ഇത് ചോദിക്കേണ്ടത് ആരാ? ഇത് ചോദിക്കാൻ കേരളത്തിലെ ആളുകളുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നത് MP-മാരാണ്. ആ MP-മാർ ഇത് ചോദിക്കുന്നില്ല. അവര് തന്നെ വീണ്ടും ജയിച്ചു. ഇനി അവർ ചോദിക്കില്ല. CM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. CPM പാലക്കാട് ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, CPI മണ്ഡലം സെക്രട്ടറി മുരളി K താരേക്കാട്, CPM ലോക്കൽ സെക്രട്ടറി ER ശശി, KA ജയപ്രകാശ്, മുഹമ്മദ് റാഫി, CPI ജില്ലാ കമ്മിറ്റി അംഗം ബാബു, CPI മണ്ഡലം കമ്മിറ്റി അംഗം തങ്കപ്പൻ, CPI ലോക്കൽ സെക്രട്ടറി MS വേലായുധൻ, സ്ഥാനാർത്ഥി VK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. KA ജയപ്രകാശ് കൺവീനറായും CM അബ്ദുൾ റഹ്മാൻ ചെയർമാനായും 101 അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ വെങ്കിടങ്കിൽ മതിൽ ഇടിഞ്ഞ് ദേഹത്ത് വീണ് 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. മതിലിടിഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം. പഴക്കം ചെന്ന മതിലിന്റെ താഴെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. മതിൽ അടർന്ന് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ പിതാവ് മഹേഷ് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. അളവ് നോക്കാനുള്ള ഒരു സംഭവം. ഈ വാർഡില് കോൺഗ്രസിന്റെ സ്ട്രെങ്ത് അളക്കാനുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സ്ട്രെങ്ത് അളക്കാനുള്ള ഒരു അളവ് പോലെയുള്ള തെരഞ്ഞെടുപ്പാണ്. അത് ആരാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ വലിയ മുന്നണി എന്നാ പറയുന്നത്. അപ്പൊ അതില് 21 തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും നമ്മൾ മുഴുവൻ സീറ്റ്, അത് മാത്രമല്ല നമ്മുടെ സീറ്റ് മുഴുവൻ കിട്ടി. CPM-ന്റെ 4 സീറ്റ് നമുക്ക് പിടിച്ചു, 4 സീറ്റ് പിടിച്ചെടുക്കും. അത് മാത്രമല്ല നമ്മുടെ ഓരോ സീറ്റും നിലനിർത്തുന്നത്. കൺവെൻഷനിൽ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് C വിനയൻ, ജില്ലാ സെക്രട്ടറി MN ഗോകുൽദാസ്, മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി, VK സഞ്ജയൻ, KC സന്തോഷ്, ബ്ലോക്ക് അംഗം ജിത്തു, ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥിയായി N അനിശ്രീയാണ് മത്സരിക്കുന്നത്. ഷാഹുൽ ഹമീദ് ചെയർമാനായും സഞ്ജയൻ വൈസ് ചെയർമാനും KC സന്തോഷ് കൺവീനറായും 51 അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പരിദൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേയുടെ അന്തിമ അനുമതി ലഭിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 32.91 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. 2021 സെപ്റ്റംബറിലാണ് മേൽപ്പാലം നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർവഹണ ഏജൻസിയായിട്ടുള്ള പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതോടെ പാലം നിർമ്മാണം ആരംഭിക്കാനാവുമെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് ഗതാഗത നയം ഹെവി വെഹിക്കിൾ മേഖലയെ തകർക്കുന്നതാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പാലക്കാട് സംഘടിപ്പിച്ച ഹെവി വെഹിക്കിൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ചരക്കുനീക്ക നയങ്ങൾ വിലക്കയറ്റത്തിനും തൊഴിൽ നഷ്ടത്തിനും ഇടയാക്കുന്നതാണ്. കമ്പനികൾ കയറ്റുന്ന ഭാരത്തിന് പോലും വാഹന ജീവനക്കാർ പ്രതിചേർക്കപ്പെടുകയാണ്. അപകടമുണ്ടായാൽ അന്വേഷണമില്ലാതെ വാഹന ഡ്രൈവറെയും ജീവനക്കാരെ തുറങ്കിലടയ്ക്കണമെന്നതാണ് പുതിയ നിയമം. കേന്ദ്ര സർക്കാർ നയങ്ങളും നിയമനിർമ്മാണവും കുത്തകവൽക്കരണത്തിന് വേണ്ടിയാണെന്നും പ്രതിഷേധ സമരത്തിലൂടെ മാത്രമേ ജീവിതമാർഗം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും സുരേഷ് ബാബു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. സുരേഷ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു, ജില്ലാ സെക്രട്ടറി V. ഗോപാലകൃഷ്ണൻ, ചൊക്കനാഥൻ, പ്രിൻഡോ, രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രകാശിക്കാത്ത തെരുവിളക്കിനു മുന്നിൽ മെഴുകുതിരി കത്തിച്ച പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തത് പ്രതിഷേധാർഹമാണ്, അപലപിക്കേണ്ടതാണ്. പഞ്ചായത്ത് സെക്രട്ടറിയോട് നിരന്തരം പറയുകയുണ്ടായി. ഇതിൻ്റെ ടെൻഡർ എടുത്ത ആളുകളെ അവരെ വിളിച്ച് അവരെ താക്കീത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ടെൻഡർ റദ്ദാക്കിക്കൊണ്ടായാലും ഇത് സ്ട്രീറ്റ് ലൈറ്റ് കത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന്. മണ്ണൂർ പഞ്ചായത്തിൽ മിക്ക പ്രദേശങ്ങളിലും വഴിവിളക്കുകൾ കണ്ണടച്ചിരിക്കുകയാണെന്നും ഇരുട്ടിന്റെ മറവിൽ പലയിടത്തും മാലിന്യങ്ങൾ തള്ളുന്നതായും പ്രവർത്തകർ ആരോപിച്ചു. വഴിയാത്രക്കാരും ദുരിതത്തിലാണ്. മെയിൻ്റനൻസ് ടെൻഡർ വർക്കെടുത്ത കരാറുകാരൻ മാസങ്ങളായിട്ടും വരുന്നില്ല. ബന്ധപ്പെട്ടവർ ഫോൺ ചെയ്തിട്ടും കരാറുകാരൻ എത്തി നടപടിയെടുക്കുന്നില്ലെന്നും യൂത്ത് ലീഗ് പരാതിപ്പെട്ടു. കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ നിയമിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയെടുക്കണമെന്നും സമരനേതാക്കൾ ആവശ്യപ്പെട്ടു. കത്താത്ത വഴിവിളക്കിനടക്കം പഞ്ചായത്ത് പണമടയ്ക്കേണ്ട അവസ്ഥയാണ്. കത്താത്ത വഴിവിളക്ക് കത്തിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യൂത്ത് ലീഗ് സെക്രട്ടറിയെ ഉപരോധിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പള്ളിപ്പടി റോഡിൽ കത്താത്ത വഴിവിളക്കിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചായിരുന്നു സമരം. പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെഫീർ അധ്യക്ഷനായി. സൈഫുദ്ദീൻ, KM അബ്ദുൽ ഹക്കീം, KP മുനീർ, അഫ്സൽ, നൌഫൽ, അഷ്റഫ്, ബാദുഷ, മുഷദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ എരുമപ്പെട്ടി ചിറമനേങ്ങാട് 1.5 വയസ്സുകാരിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറമനേങ്ങാട് സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ മകൾ അമേയയുടെ മൃതദേഹമാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാത്രി 11 മണിയോടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. 3 അടിയോളം ഉയരമുള്ള ചുറ്റുമതിലുണ്ടെങ്കിലും ഇതിൽ ഒരു ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടതിനാൽ കുട്ടി കല്ലിൽ കയറി കിണറ്റിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചപ്പോൾ അപകടം സംഭവിച്ചിരിക്കാമെന്നാണ് നിഗമനം. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളെയും നഗരസഭ അംഗീകരിക്കണമെന്ന് ഓട്ടോ ടാക്സി ആൻഡ് ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പലതിനും നഗരസഭ അംഗീകാരമില്ലാത്തത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ കൗൺസിൽ യോഗം ചേർന്ന് സ്റ്റാൻഡുകളെ അടിയന്തരമായി അംഗീകരിച്ച് ഉത്തരവിറക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് M. ദിലീപ് അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി E. ചന്ദ്രബാബു സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ സുക്കൂർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി, CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ്, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, ജെയ്സൺ പള്ളായി,
ശശിധരൻ, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ പ്രസിഡന്റായി എം ദിലീപിനെയും സെക്രട്ടറിയായി അബ്ദുൽ സുക്കൂറിനെയും ട്രഷററായി ശശിധരനെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ പോലീസ് വകുപ്പ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിലും ഉന്നത വിജയം നേടിയ സംഘാംഗങ്ങളുടെ മക്കൾക്ക് KD പ്രസേനൻ MLA ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് മുഖ്യാതിഥിയായി. പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് M ശിവകുമാർ അധ്യക്ഷനായി. പാലക്കാട് ASP അശ്വതി ജിജി, റെയിൽവേ DYSP P ശശികുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP KM പ്രവീൺകുമാർ, KAP 2 ബറ്റാലിയൻ പോലീസ് ഇൻസ്പെക്ടർ CK കുമാരൻ, KPOA ജില്ലാ പ്രസിഡന്റ് C സത്യൻ, KPA ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, സൊസൈറ്റി ഡയറക്ടർമാരായ V ജയൻ, R സതീഷ്, പോലീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് K രാധ, സൊസൈറ്റി സെക്രട്ടറി K ബിനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പൊസിഷനിൽ അച്ഛൻ അമ്മ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നാളെ നിങ്ങൾ അതിനെക്കാട്ടിലും ഒരു ഉന്നത പൊസിഷനിൽ വരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചാവ് വിൽപ്പന. ബംഗാൾ മുർഷിദാബാദ് സ്വദേശി തൃശൂരിൽ പിടിയിൽ. 29 വയസ്സുള്ള ബിശ്വജിത്ത് മൊണ്ടാലിനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പിടികൂടിയത്. 2 കിലോയോളം കഞ്ചാവ് പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ 8ാം വാർഡിൽ വിവിധ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായിരിക്കുന്നത്. ലേബർ ഗ്രൂപ്പുകളാണ് കൃഷി നടപ്പിലാക്കുന്നത്. 8ാം വാർഡിലെ ഹരിത ലേബർ ഗ്രൂപ്പിന്റെ വിത്തിടൽ വാർഡ് മെമ്പർ K അശോകൻ നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പയർ, വെണ്ട, ചീര, വഴുതന തുടങ്ങിയവയാണ് പ്രധാനമായും ലേബർ ഗ്രൂപ്പിൽ കൃഷി ചെയ്യുന്നത്. തുടക്കത്തിൽ 4 വാർഡുകളിലാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത്. മറ്റു വാർഡുകളിലും ഉടൻ കൃഷി ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പീച്ചി കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹം ശാസ്ത്രപ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട്. ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്ന കാലമാണെന്നും മന്ത്രി പറഞ്ഞു. പരിഹാരം കൊടുക്കുന്നതിന്റെ കണക്ക് മനുഷ്യന്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായി ഈ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ വനങ്ങളിൽ തന്നെ മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വനങ്ങൾ, വനവിഭവങ്ങൾ, ജന്തുജാലങ്ങൾ എന്നിവയുടെ ഡാറ്റാ ബാങ്ക് കൂടിയാണ് യഥാർത്ഥത്തിൽ KFRI എന്ന് പറയപ്പെടുന്ന ഈ വനഗവേഷണ കേന്ദ്രം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല. ചടങ്ങിൽ കേരള വനഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവപാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷനായി. പ്രൊഫസർ B മോഹൻകുമാർ, ഡോക്ടർ CTS നായർ, രേഷ്മ സജീഷ്, ഡോക്ടർ N കൃഷ്ണകുമാർ, ഡോക്ടർ കണ്ണൻ, CS വാര്യർ, ഡോക്ടർ AV രഘു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ K പ്രഭാകരൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണം KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പെൻഷൻകാർ നമുക്ക് വലിയ മോഹങ്ങളൊന്നുമില്ലല്ലോ, കൊച്ചു കൊച്ചു മോഹങ്ങളെ നമുക്കുള്ളൂ. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം സർവീസിലിരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി ചിന്തിച്ചവരാണ്, വ്യത്യസ്ത പക്ഷികളായി നടന്നിരുന്നവരാണ്. വ്യത്യസ്ത കാറ്റഗറി സംഘടനകളായി, ജാതി മത സംഘടനകളായി, രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധപ്പെട്ട് വ്യത്യസ്ത സംഘടനകളായി ഒക്കെ
പ്രവർത്തിച്ച് വന്നിരുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ പെൻഷൻകാരായി. പെൻഷനായപ്പോൾ നമുക്കിനിപ്പോൾ എന്താ വേണ്ടത്? KSSPU മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ പ്രഭാകരൻ മാസ്റ്ററുടെ 16ാം ചരമവാർഷിക ദിനത്തിൽ സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശിവശങ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം രാമചന്ദ്രൻ, AP മുരളീധരൻ, പി സുധാകരൻ, ടി ശാന്തകുമാരി, KP അലീമ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KM ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ M രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ കുട്ടികൾക്ക് ഉപഹാരം സമ്മാനിച്ചു. AF വിജയൻ പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ മന്ന ഹങ്കർ ഫ്രീ സിറ്റി പ്രൊജക്ട് 1 വർഷം പിന്നിട്ടു. ആഘോഷ പരിപാടികൾ തൃശൂർ ശക്തൻ നഗറിലെ മന്ന പന്തലിൽ നടന്നു. വിശന്നു വലഞ്ഞ് നഗരത്തിലെത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്നതാണ് മന്ന പദ്ധതി. ലയൺസ് ക്ലബ് അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ശക്തൻ നഗറിലെ മന്ന പന്തലിൽ നടന്ന ചടങ്ങ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും വാഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ 11 മണി കഴിഞ്ഞാൽ നമുക്കറിയാം, അഭയാർത്ഥികളെ പോലെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ വളരെ അപമാനകരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഞാൻ കണ്ടു. നമ്മളെല്ലാത്തിലും 1ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്. സാംസ്കാരിക തലസ്ഥാനം, വിദ്യാഭ്യാസ രംഗത്തൊന്ന്, സാമ്പത്തിക രംഗത്തൊന്ന്. പക്ഷേ ഇതാരും തന്നെ കണ്ടില്ല എന്ന് വെക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ യാദർശികമായി ഞാൻ വടപ്പള്ളിയിൽ നിന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് ആശയവിനിമയം ചെയ്തു. ഇനമാതിരി നമുക്ക് ഇവരെ ഒരു കുടക്കീഴിൽ കൊടുക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നത് വിശപ്പിൻ്റെ വേദന. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യ അതിഥിയായി. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ അഡ്വക്കേറ്റ് മധുസൂദനൻ, നന്ദകുമാർ കൊട്ടാരത്ത്, ക്യാബിനറ്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KS പ്രവീൺ, മിക്കി നടക്കിലാൻ, ക്യാബിനറ്റ് ട്രഷറർ അഡ്വക്കേറ്റ് ജെറോ, ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ വിപിൻ ദാസ് കടങ്ങോട്, ലയൺസ് നേതാക്കളായ സുരേഷ് വാര്യർ, ബിജോയ് ആലപ്പാട്ട്, ഡെന്നി കൊക്കൻ, കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശക്തൻ നഗറിൽ വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് മന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടത്തിൽ ഏകദേശം 500ഓളം ആളുകൾക്കാണ് ദിവസേന സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്നത്. രാവിലെ 11:30 മുതലാണ് മന്ന പന്തലിൽ ഭക്ഷണം നൽകുന്നത്. തെരുവിൽ ജീവിക്കുന്നവരടക്കം നഗരത്തിലാരും വിശന്നിരിക്കരുതെന്ന ആശയമാണ് പദ്ധതിക്ക് പിന്നിൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ AV പതി ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് IPS മുഖ്യാതിഥിയായി. പോലീസും ഈ പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാമുകിയെ വശീകരിക്കാൻ പറ്റുന്ന സാധനം ബൈക്കാന്നുള്ളതാണ്. ഈ ബൈക്കിൽ ഒരു ചക്രത്തിൽ പോയാൽ ഈ കാമുകി എന്നെ നോക്കി ചിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ബൈക്കിൽ ഒരു ചക്രത്തിൽ പോയി മറിഞ്ഞടിച്ച് വീണ് ആ കാമുകി തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോണ്ടി വന്ന് ഗതികേട് വിട്ടവന് ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടിരിക്കുക. ഇപ്പം ഞാൻ ഒരു ചക്രത്തിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന ആൾക്കാരെ ഈ കുട്ടികളെ ഈ യങ് ജനറേഷനിൽ ഇപ്പോൾ നമ്മൾ വേറൊരു വലിയ അപകടം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ പ്രശ്നമാണ്. ഈ ലഹരിയുടെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രായമുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റും. ഒരുക്കണം. ഈ സ്കൂൾ സപ്പോർട്ട് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മീറ്റ് യുവർ സീനിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. മൈ സജഷൻ ടു യു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് സന്ധ്യ മണ്ണത്ത് അധ്യക്ഷയായി. പുതിയ റോട്ടറി ക്ലബ് പ്രസിഡന്റ് PN കൃഷ്ണകുമാർ, സെക്രട്ടറി KC സുരേഷ്, ട്രഷറർ രവി ചോയ്ക്കൽ തുടങ്ങിയവരെയും മറ്റു ഭാരവാഹികൾക്കും ചടങ്ങിൽ സ്ഥാനങ്ങൾ കൈമാറി. പരിപാടിയിൽ വെച്ച് ഒറീസയിലേക്ക് കടന്ന പോക്സോ കേസ് പ്രതിയെ ഒറീസയിലെത്തി സാഹസിക നീക്കങ്ങളിലൂടെ പിടികൂടിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ CI ബോബി വർഗീസിനെയും മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥരെയും മൊമൻറ്റോ നൽകി ആദരിച്ചു. റോട്ടറി ക്ലബ് ഗവർണർ EV വിശാനന്ദൻ, NP കൃഷ്ണകുമാർ, EK ഹരീന്ദ്രനാഥ്, മുൻ AG ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത്, ഡയറക്ടർമാരായ ജിഷ്പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ വാരാഘോഷത്തിന് സമാപനമായി.
സമാപന ദിനത്തിൽ വീട്ടമ്മമാരുമായുള്ള സംവാദവും സംഘടിപ്പിച്ചു. സ്ത്രീകൾക്ക് ആത്മപ്രകാശനത്തിനും അഭിപ്രായ പ്രകടനത്തിനും മതിയായ ഇടങ്ങളുണ്ടാകണമെന്ന നിർദ്ദേശവുമായി വീട്ടമ്മമാരുടെ സംവാദത്തിന് സമാപനമായി. വായനാ വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ പഞ്ചായത്ത്, കുടുംബശ്രീ, സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച വീട്ടമ്മമാരുടെ സംവാദമാണ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാൽ സമ്പന്നമായത്. എഴുത്തിനും വായനയ്ക്കും സർഗാത്മക പ്രവർത്തനങ്ങൾക്കും സ്ത്രീകൾക്ക് ഇടങ്ങൾ വേണമെന്ന് സംവാദത്തിൽ ആവശ്യമുയർന്നു. ഇതിനായി പ്രാദേശികമായ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. സ്ത്രീകൾ എല്ലാ മേഖലയിലും ഏറെ മുന്നോട്ടു പോയ സംസ്ഥാനമാണ് നമ്മുടേതെങ്കിലും കടന്നു ചൊല്ലേണ്ട ഇടങ്ങൾ ഇനിയുമുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര യോഗത്തിൽ പറഞ്ഞു. സ്ത്രീകളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സംവാദത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. വീട്ടമ്മമാരുടെ ചോദ്യങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര തുടങ്ങിയവർ മറുപടി നൽകി. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ്, വനിതാ സംരക്ഷണ ഓഫീസർ VS ലൈജു, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ പാർവതി, എഴുത്തുകാരിയും MP അപ്പൻ പുരസ്കാര ജേതാവുമായ സരസ്വതി തുടങ്ങിയവരും ചർച്ച നയിച്ചു. സംവാദത്തിൽ 120ഓളം വീട്ടമ്മമാർ പങ്കെടുത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ K ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ MH ഡെസ്നി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഖില ഭാരതീയ നാരായണീയ മഹോത്സവ സമിതി പട്ടാമ്പി മേഖലയുടെ ആഭിമുഖ്യത്തിൽ സാന്ദ്രാനന്ദം 2024 ഏകാഹ നാരായണീയ പാരായണ യജ്ഞം നടത്തി. വള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പാരായണ യജ്ഞം ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പുതുമന രാവുണ്ണിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം ലഭിച്ച TP സുമംഗല പട്ടാമ്പി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം ഭാഗവതാചാര്യന്മാരുടെ കൂടെ സപ്താഹവേദികളിൽ നിറസാന്നിധ്യമായ രാധിക എന്നിവരെ ആദരിച്ചു. VP രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നാരായണീയ മഹോത്സവത്തെക്കുറിച്ച് AC ചെന്താമരാക്ഷൻ, P കണ്ണൻകുട്ടി, ഗോപിനാഥ് ആമയൂർ തുടങ്ങിയവർ വിശദീകരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത പാരായണം, തിരുവാതിരക്കളി, ഗോപിക നൃത്തം എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര കാരാട്ടുപറമ്പ് EMS നഗർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് പ്രശസ്ത സിനിമാ സംവിധായകൻ വിനോദ് മങ്കര ഉദ്ഘാടനം ചെയ്തു. പുതിയ ലോകത്തിൻ്റെ വളർച്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെന്ന് നമ്മൾ മറക്കരുത്. മുമ്പ് ഞങ്ങൾ അനുഭവിച്ച ഒരു ലോകമല്ല നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അത്രയും അധികം ആലോചിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് മറ്റ് വലിയ തലങ്ങളിലേക്ക് എത്താതിരിക്കുന്നതും. ഇന്ന് ഏറ്റവും കൂടുതൽ, ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യൂറോപ്പിലേക്കും വിദേശ നാടുകളിലേക്കും ഒക്കെ യാത്ര ചെയ്യും ഭാവി. പരിപാടിയിൽ വെച്ച് എഴുത്തുകാരൻ രാമചന്ദ്രൻ മാസ്റ്ററെയും വിനോദ് മങ്കരയെയും ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് MT ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷനായി. മികച്ച വിജയം നേടിയ 40ഓളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. KV രാജൻ, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് OM മോഹൻരാജ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി K സുഭാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സാദിമനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ സുഹൃത സ്മൃതി പുരസ്കാര സമർപ്പണം നടന്നു. മൺമറഞ്ഞുപോയ പാലക്കാട്ടെ മഹാരഥന്മാരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം
വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പാലക്കാട്ടെ പ്രതിഭകൾക്കാണ് സമ്മാനിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഓൺലൈനായി നിർവഹിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പാലക്കാട് ശിവാനന്ദാശ്രമം സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. KK പത്മഗിരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദേവിദാസ് വാര്യർ, MP ദിനേശ് IPS, N കൃഷ്ണകുമാർ, PK പ്രസാദ്, K രാജേഷ്, വിനോദ്, C കൃഷ്ണകുമാർ, സുരേന്ദ്രൻ, ഡോക്ടർ ഗോകുൽ നാരായണൻ, കാമിനി ഗോകുലൻ, PK സുന്ദരൻ, PK കൃഷ്ണനുണ്ണി, K വിനോദ് കുമാർ, ജയന്തവാസൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആനിക്കോട് സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ പുരസ്കാരങ്ങൾ അരുൺ ഗുരുസ്വാമി, സ്വാമി പൂർണ്ണാനന്ദ, PK അശോകൻ, തോട്ടം ശ്യാം നമ്പൂതിരി, പ്രൊഫസർ A സ്വാമിനാഥൻ, പ്രൊഫസർ സുജാത, ചെർപ്പുളശ്ശേരി ശിവൻ, വിനോദ് മങ്കര, M ഗംഗാധര വൈദ്യർ, M ലേഖ, ചാമി കേരളശ്ശേരി എന്നിവർക്ക് സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശമുയർത്താൻ ആഹ്വാനവുമായി LDF UDF കൺവെൻഷനുകൾ. LDF കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും UDF കൺവെൻഷൻ DCC പ്രസിഡന്റ് A തങ്കപ്പനും ഉദ്ഘാടനം ചെയ്തു. 4-ാം വാർഡായ കൂരാത്ത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന്. കളിച്ചുകൊണ്ടിരിക്കെ മതിലിടിഞ്ഞു വീണ 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തൃശൂർ വെങ്കിടങ്കിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. തൃശൂർ എരുമപ്പെട്ടിയിൽ കിണറ്റിൽ വീണ 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിറമനേങ്ങാട് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയയെ. എരുമപ്പെട്ടി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരിതൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമാനുമതി. മേൽപ്പാലം നിർമ്മിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന് 32.91 കോടി രൂപ വകയിരുത്തി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതോടെ പാലം നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് ഗതാഗത നയം വിലക്കയറ്റത്തിനും തൊഴിൽ നഷ്ടത്തിനും ഇടയാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കേന്ദ്ര സർക്കാർ നയങ്ങളും നിയമനിർമ്മാണവും കുത്തകകൾക്ക് വേണ്ടിയാണെന്നും പ്രതിഷേധ സമരത്തിലൂടെ മാത്രമേ ജീവിതമാർഗം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും EN സുരേഷ് ബാബു വ്യക്തമാക്കി. പാലക്കാട് ഹെവി വെഹിക്കിൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്രകാശിക്കാത്ത തെരുവിളക്കുകൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം. മുഴുവൻ തെരുവിളക്കുകളും പ്രകാശയോഗ്യമായില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുമെന്ന് മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.